ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കിറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓർഗൻസേൻ്റെ റിബണാണ്. അതൊരു 2-3 കളേഴ്സ് ഉണ്ടാവും. 2-3 കളേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കിറ്റിനകത്തും ഒന്ന് തന്നെ ആയിരിക്കില്ല, പല കളേഴ്സും ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ക്രിസ്തുമസിൻ്റെ ഒരു 1 മീറ്റർ വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിന് ശേഷം വെച്ചിരിക്കുന്നത് ദാ ഈ വീഡിയോയിൽ കാണുന്നത് പോലത്തെ ഷോ പീസുകളാണ്. ഇത് 30 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. ഇത് 30 എണ്ണം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ദാ ഇതേപോലത്തെ 3 ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിനുള്ള ഷോ പീസുകളാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കുമ്പോൾ 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്നില്ലെങ്കിൽ ദാ ഇതേപോലെ ഫുള്ള് കവർ ചെയ്തിട്ടെന്നുള്ള രീതിയിൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. അപ്പം ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡ് വരെ ഫുള്ളായിട്ടുള്ളത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാത്രം വെച്ചിട്ട് ദാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡിൽ മാത്രം വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ഇത് ആൾക്കാർ വാങ്ങും എന്നുള്ളതിന് ഉറപ്പ് തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഉണ്ടാക്കി എൻ്റെത് സെയിലായി പോയിട്ടുണ്ടത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് വയ്ക്കുക, ഇല്ലെങ്കിൽ ഒരു വശം മാത്രം വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഈ ഷോ പീസിൻ്റെ കൂടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 3 ഗോൾഡൻ കളറുള്ള ഹെയർ ബോസാണ് വെച്ചിരിക്കുന്നത്. ഈ ഹെയർ ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഇതേപോലത്തെ ഒരു 1 മീറ്ററിൻ്റെ ലേസ് വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഓർഗൻസ റിബൺസൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാൻ വേറൊരു സെൻറ്റർ സ്റ്റോൺ ഉണ്ടാവും. പിന്നെ അതിന് ശേഷം വെച്ചിരിക്കുന്നത് ഇതേപോലത്തെ 2 ബട്ടർഫ്ലൈസ് ആയിരിക്കും. അത് ഏതെങ്കിലും കളേഴ്സൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ആ കളേഴ്സ് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഓർഗൻസ ഫ്ലവറൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ടിക് ടാക്ക് വെച്ചിട്ടുണ്ടാവും. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് വയർ ബോയ് ആണ് 3 എണ്ണം. അതേപോലെ ആ വയർ ബോയ്ക്കകത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് കളർ ഗ്ലിറ്റർ ട്യൂബും വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചിരിക്കുന്നത് ഇതേപോലത്തെ ഗിയർ വയറാണ്. ഒരു ഗിയർ വയർ ഫുള്ള് വെച്ചിട്ടുണ്ടാവും. ഇത് ജ്വല്ലറി മേക്കിങ്ങിന്, ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ജ്വല്ലറി മേക്കിങ്ങിനുള്ള ഗിയർ വയറും പിന്നെ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ബീഡ്സുകളുമാണ് വെച്ചിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു ബട്ടർഫ്ലൈ ബീഡ്സ് ഉണ്ടാവും, പേസ്റ്റൽ കളറുള്ളത്. പിന്നെ അതേപോലെ ഹേർട്ടിൻ്റെ ബീഡ്സ് ഉണ്ടാവും. പിന്നെ ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ അറ്റത്ത് വയ്ക്കുന്ന എൻഡ് ബീഡ്സും, പിന്നെ അല്ലാതെ 2-3 ടൈപ്പുള്ള വലിയ ബീഡ്സുകൾ വയ്ക്കുന്ന വലിയ ബീഡ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ ക്രിസ്റ്റലിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവും. പിന്നെ കുറച്ച് നമ്പേഴ്സ് വെച്ചിട്ടുള്ള ബീഡ്സ് ഉണ്ടാവും പേസ്റ്റിൽ. അതേപോലെ പിന്നെ വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇതേപോലത്തെ ഒരു ഹേർട്ടിൻ്റെ ഷേപ്പുള്ള അങ്ങനത്തെയും കുറച്ച് ബീഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഹെയർ ബോസ് ഉണ്ടാക്കാൻ പറ്റും, പിന്നെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും, ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, കുറേ അധികം ഉണ്ടാക്കാൻ പറ്റും.